എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹാർമോണിക് മീൻ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഹാർമോണിക് മീൻ എന്താണ്, ഒപ്പം തന്നെ അതിനുപയോഗിക്കുന്ന ഫോർമുല എന്താണ്, കൂടാതെ അതിൻ്റെ കുറേ കാൽക്കുലേഷൻസ്, എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറേ പ്രോബ്ലംസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ഹാർമോണിക് മീനിൻ്റെ പ്രോപ്പർട്ടീസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അത്രയും കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരൊറ്റ ക്ലാസ്സിൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് ഹാർമോണിക് മീൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഹാർമോണിക് മീനിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എക്സാമിന് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമെറ്റിക് ആവറേജ് ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ദി വാല്യൂസ് ഓഫ് വേരിയസ് ഐറ്റംസ്. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സംഖ്യയും, നമുക്കിപ്പോൾ 2 എന്നുള്ള ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ എടുക്കണമെങ്കിൽ അതിൽ 1/2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ റെസിപ്രോക്കലായി. 2ൻ്റെ റെസിപ്രോക്കൽ 1/2, 3യുടെ റെസിപ്രോക്കൽ ആണെങ്കിൽ 1/3. അതതിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമെറ്റിക് ആവറേജ് ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ദി വാല്യൂസ് ഓഫ് വേരിയസ് ഐറ്റംസ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന, നമുക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും റെസിപ്രോക്കൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ തുകയെ വെച്ചുകൊണ്ട് അതിൻ്റെ അരിത്തമെറ്റിക് ആവറേജ്, തുകയും എണ്ണവും വെച്ചുകൊണ്ട് അരിത്തമെറ്റിക് ആവറേജ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുമ്പോൾ അതിനെയാണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർമോണിക് മീനിൻ്റെ ഡെഫിനേഷൻ നമുക്ക് വായിക്കുമ്പോൾ റെസിപ്രോക്കൽ എന്നുള്ള വാക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തുടക്കത്തിലൊരു ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ നമ്മളൊരു പ്രോബ്ലമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്കത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 1/x1 പ്ലസ് 1/x2 പ്ലസ് 1/x3 അങ്ങനെ 1/xn വേണം. അതായത് n എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ, നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ സാധാരണ നമ്മൾ n എന്ന് പറഞ്ഞാൽ അതിലെ ഐറ്റത്തിൻ്റെ എണ്ണത്തെയാണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദി ഡാറ്റ സെറ്റ്, അതിനെയാണ് n എന്നത് സൂചിപ്പിക്കുക. ഡിവൈഡഡ് ബൈ 1/x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ അല്ലേ, ആദ്യത്തെ ഐറ്റത്തിൻ്റെ റെസിപ്രോക്കൽ 1/x1, ദെൻ 1/x2 രണ്ടാമത്തെ ഐറ്റത്തിൻ്റെ റെസിപ്രോക്കൽ, ഇതെല്ലാം കൂട്ടിയെടുക്കുന്നു അല്ലേ. അതായത് സിഗ്മ 1/x. അത് നമുക്കിങ്ങനെ ചുരുക്കി എഴുതാം, ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x എന്ന് അങ്ങനെ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഏതൊക്കെ സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സാധാരണ എക്സാമിന് ചോദിക്കുമ്പോൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നേരിട്ട് ചോദിക്കണമെന്നില്ല. അത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹാർമോണിക് മീനാണോ ജോമെട്രിക് മീനാണോ കണ്ടുപിടിക്കുന്നുള്ളത് മിക്കവാറും അത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ജോമെട്രിക് മീൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ബന്ധപ്പെട്ട പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു. സാധാരണ പെർസെൻറ്റേജ് ഇൻക്രീസ്, ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷന്, ഒപ്പം തന്നെ ഇൻഫ്ലേഷൻ, അത്തരത്തിലുള്ള പെർസെൻറ്റേജ് രൂപത്തിലുള്ള ഇൻക്രീസോ ഡിക്രീസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ജോമെട്രിക് മീൻ ഉപയോഗിക്കുന്നത്. ഹാർമോണിക് മീൻ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും നമ്മൾ സ്പീഡ്, എഫിഷ്യൻസി, കോസ്റ്റ് പെർ യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ളത് സ്പീഡ്, നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്തതിൻ്റെയും ഇങ്ങോട്ട് യാത്ര ചെയ്തതിൻ്റെ ആവറേജ് സ്പീഡ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാൽക്കുലേഷനിലൊക്കെയാണ്, ആവറേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഹാർമോണിക് മീൻ ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ സീരീസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ സിഗ്മ ഇൻറ്റു 1/x അല്ലേ. സിഗ്മ 1/x ആണ് നമ്മൾ അതിൻ്റെ വേണ്ടി ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഫോർമുല എടുത്ത് തന്നിരിക്കുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ്റെ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടന്നതിന് ശേഷം വേണമെങ്കിൽ അത് നോക്കാം. ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. ഇതാണ് ഇൻഡിവിജ്വൽ സീരീസ് അല്ലേ, ഫ്രീക്വൻസി ഇല്ല, ക്ലാസ് ഇൻ്റർവൽ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള സീരീസിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ വേണ്ടത് നമുക്കറിയാം, സിഗ്മ n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x ആണല്ലേ. അപ്പോൾ നമ്മുടെ എക്സ് അങ്ങോട്ട് ആദ്യം എടുത്തെഴുതുന്നു, അതിനുശേഷം 1/x കണ്ടുപിടിക്കുന്നു. അപ്പോൾ നോക്കിയേ, 2ൻ്റെ 1/x എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലേ. 1/2 നമ്മൾ കാൽക്കുലേറ്റ് അടിച്ചു നോക്കാം, നമുക്ക് 0.50 എന്ന് കിട്ടും. നമുക്ക് 3യുടെ 1/x എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ആണല്ലേ. 1/3 അടിച്ചു നോക്കാം, നമുക്ക് 0.3333 അങ്ങനെ കിട്ടും അല്ലേ. അതുപോലെ തന്നെ 4ൻ്റെയും 5ൻ്റെയും 6ൻ്റെയും 7 എല്ലാം കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങളതൊരു കൂട്ടിയെടുക്കുക അല്ലേ, ഈ കോളം നമ്മളങ്ങോട്ട് കൂട്ടിയെടുക്കുന്നു. അപ്പോൾ അതിനാണ് സിഗ്മ 1/x എന്ന് പറയുന്നത്. ഇത് 1/x, അതിന് ടോട്ടലിനെ നമ്മൾ സിഗ്മ 1/x എന്ന് പറയും. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, n ഡിവൈഡ് ബൈ സിഗ്മ 1/x അല്ലേ. അതായത് 6 എത്ര ഐറ്റം ആണുള്ളത്, 1 2 3 4 5 6 ഐറ്റം ആണുള്ളത് അല്ലേ. അപ്പോൾ 6 ഡിവൈഡ് ബൈ സിഗ്മ 1/x നമുക്ക് 3.77 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫൈൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് ദി വാല്യൂസ് ഗിവൺ. തന്നിരിക്കുന്ന ഓരോ വാല്യൂവിൻ്റെയും റെസിപ്രോക്കൽ കണ്ടുപിടിക്കുന്നു അല്ലേ. ക്വസ്റ്റനിലെ ഓരോ വാല്യൂസിൻ്റെയും റെസിപ്രോക്കൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1/x ആണല്ലേ. ഓരോ വാല്യൂവിനെയും 1 ഡിവൈഡ് ബൈ ഈച്ച് വാല്യൂ അല്ലേ. അങ്ങനെ നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുന്നു, ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആഡ് ദ റെസിപ്രോക്കൽസ് ആൻഡ് ഡിവൈഡ് ഇറ്റ് ബൈ ദ നമ്പർ ഓഫ് ഐറ്റംസ്. നമ്മൾ ഈ റെസിപ്രോക്കൽ എല്ലാം കണ്ടുപിടിച്ചിട്ട്
അതിന് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സിഗ്മ നമുക്ക് 1/x കിട്ടും. അപ്പോൾ ഈ സ്റ്റെപ്പ് പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇത് ഈ സിഗ്മ 1/x കണ്ടുപിടിച്ചിട്ട് നമുക്കതിനെ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം അല്ലേ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് 0.2655 എന്ന് കിട്ടും. ഇത് ഈ രീതിയിൽ മെത്തേഡിൽ നമുക്ക് ചെയ്യാം, അല്ലാതെ ഈ രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. രണ്ടും ഒന്ന് തന്നെയാണ്, കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണെങ്കിൽ നമ്മൾ 1/xൻ്റെ സിഗ്മ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്പർ ഓഫ് ഐറ്റംസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.2655 എന്ന് കിട്ടും. അതിനുശേഷം കിട്ടിയ വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം അല്ലേ. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ടേക്ക് ദ റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമാറ്റിക് മീൻ. നമുക്ക് അങ്ങനെ കിട്ടിയ അരിത്തമാറ്റിക് മീനിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. ആ റെസിപ്രോക്കൽ ആയിരിക്കും ഹാർമോണിക് മീൻ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ അരിത്തമാറ്റിക് മീൻ എന്ന് വെച്ചാൽ 0.2655 ആണല്ലേ. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/0.2655 എന്ന് വരും. അപ്പോൾ നമുക്ക് 3.77 അങ്ങനെയും കിട്ടും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ആ രീതിയിലും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും. ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൂടുതലും പ്രോബ്ലംസ് മുന്നോട്ട് പോവുക. നമുക്ക് ഫൈൻഡ് ദ അരിത്തമാറ്റിക് ഹാർമോണിക് മീൻ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. താഴെ പറയുന്നതിൽ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് തൊട്ടുമുമ്പ് ചെയ്ത പോലെ തന്നെയാണ് അല്ലേ. 34, 45 ഈ വാല്യൂസിൻ്റെ ഒക്കെ നമുക്ക് റെസിപ്രോക്കൽ ആദ്യം കണ്ടുപിടിക്കണം. 1/35 എന്ന് പറയുമ്പോൾ ഇത് കിട്ടും. 1/45 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. 1/89 എന്ന് പറയുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. സിഗ്മ 1/x കിട്ടും. n എന്ന് വെച്ചാൽ ഇത് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. നമുക്ക് 8 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ 8 ഡിവൈഡ് ബൈ സിഗ്മ 1/x അല്ലേ, 67.57 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലാസ് ജസ്റ്റ് കണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയും വേണം. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോകാം. ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോകുമ്പോൾ ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n ഡിവൈഡ് ബൈ സിഗ്മ f ഇൻറ്റു 1/x. നമുക്കറിയാം ഡിസ്ക്രീറ്റ് സീരീസിൽ ഫ്രീക്വൻസി കൂടി ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് അത്തരത്തിലുള്ള സീരീസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രീക്വൻസിയും കൂടി ഇവിടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. n ഡിവൈഡ് ബൈ സിഗ്മ f ഇൻറ്റു 1/x എന്നാണ് വരുന്നത് അല്ലേ. നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയായിരുന്നു, n ഡിവൈഡ് ബൈ സിഗ്മ 1/x എന്ന് മാത്രമുള്ളായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു f കൂടെ വരുന്നുണ്ട്, ഫ്രീക്വൻസി കൊണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷനാണ് n ഡിവൈഡ് ബൈ സിഗ്മ fx എന്ന് എഴുതിയാൽ മതി അല്ലേ. f ഡിവൈഡ് ബൈ x എന്നുള്ളതും മതിയാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ രണ്ടും ഒന്ന് തന്നെയാണ്. n ഡിവൈഡ് ബൈ സിഗ്മ f ഇൻറ്റു 1x എന്ന് പറഞ്ഞാലും n ഡിവൈഡ് ബൈ സിഗ്മ f ഡിവൈഡ് ബൈ x എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളം കൂടി ഒഴിവാകുന്നുണ്ട്. അല്പം കൂടി നമുക്ക് വേണമെങ്കിൽ സിമ്പിളാണ്. പക്ഷേ തൊട്ട് മുമ്പത്തെ ഇൻഡിവിജ്വൽ സീരീസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പം ഒരു പക്ഷേ ഈ ഇക്വേഷൻ ആയിരിക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നേരിട്ട് കിടക്കാം. ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. അപ്പോൾ നോക്കുക, ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസ് നമുക്ക് മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മാർക്കിനെ നമുക്ക് എന്തായിട്ട് എടുക്കണം, എക്സ് ആയിട്ട് എടുക്കണം. തന്നിരിക്കുന്ന മാർക്കിൻ്റെ ഹാർമോണിക് മീനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിരിക്കുന്നു, രണ്ട് കോളത്തിൽ കൊടുത്തു. ഇനി നമുക്ക് 1/x അല്ലേ. 1/x എന്ന് വെച്ചാൽ ആദ്യത്തെ 1/10 നമുക്കിത് കിട്ടും. രണ്ടാമത്തെ 1/20 അല്ലേ. ഇതാണ് എക്സിൻ്റെ വാല്യൂ അല്ലേ. 1/x അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുന്നു. എല്ലാത്തിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എഴുതുന്നു അല്ലേ, അങ്ങോട്ട് എഴുതി വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് f ഇൻറ്റു 1/x, ഫ്രീക്വൻസി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1/xനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. 2 ഇൻറ്റു 0.10, 3 ഇൻറ്റു 0.05, അങ്ങനെ നമുക്ക് f ഇൻറ്റു 1/6 കിട്ടും. അതിൻ്റെ ടോട്ടലാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. സിഗ്മ f ഇൻറ്റു 1/x എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് കിട്ടുന്നു 0.6161 അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇത് നമുക്ക് n ഡിവൈഡ് ബൈ സിഗ്മ f ഇൻറ്റു 1/x അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓർത്തിരിക്കണം, നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ n എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻസിയുടെ ടോട്ടലാണല്ലേ. അത് ഓർത്തിരുന്നോണ്ട് മറന്നു പോകരുത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 20 ഡിവൈഡ് ബൈ 0.6161 നമുക്ക് 32.43 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഇക്വേഷനാണ്. നമുക്ക് ഈ രീതിയിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്കത് അടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് ആ രീതിയിൽ നോക്കാവുന്നതാണ്. നോക്കുക, രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഇവിടെ എക്സ് പറഞ്ഞിട്ടുണ്ട്, ഫ്രീക്വൻസിയും പറഞ്ഞിട്ടുണ്ട്. എക്സും എഫ് നമ്മളിങ്ങോട്ട് എടുത്തെഴുതി. അതിനുശേഷം നമുക്ക് എഫ് ഡിവൈഡ് ബൈ എക്സ് അല്ലേ, അതായത് എഫ് ഇൻറ്റു 1x പകരം നമ്മൾ എഫ് ഡിവൈഡ് ബൈ എക്സ് എന്ന് എഴുതിയാൽ മതി. അതായത് 4/20 അല്ലേ. 4/20 നമുക്ക് ഇത് കിട്ടും. 2/21 നമുക്ക് ഇത് കിട്ടും അല്ലേ. 7/22 നമുക്ക് ഇത് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എഫ് ഡിവൈഡ് ബൈ എക്സ് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ടോട്ടൽ എടുത്താൽ മതി, സിഗ്മ എഫ് ഡിവൈഡ് ബൈ എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും, 18 ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ 18
ഡിവൈഡ് ബൈ 0.8219 എന്ന് പറയും. ഇപ്പോൾ 21.9 എന്ന് കിട്ടും. വളരെ എളുപ്പത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. കുറച്ച് പ്രോബ്ലമൊക്കെ ആ ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കുക, ഫോർമുലയൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ആ രീതിയിൽ നമുക്ക് ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ് ഹാർമോണിക് മീൻ. ഇനി കണ്ടിന്യൂസ് സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇത് തന്നെയാണ്, ഫോർമുല ഇത് തന്നെയാണ്. ഈ ഇക്വേഷനോ അല്ലെങ്കിൽ ഈ ഇക്വേഷനോ നമുക്ക് ഉപയോഗിക്കാം. ഡിസ്ക്രീറ്റ് സീരീസിലെ അതേ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കണ്ടിന്യൂസ് സീരീസിൽ നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത ക്ലാസ് ഇൻ്റർവൽ ഉണ്ടാവും അല്ലേ. ക്ലാസ് ഇൻ്റർവൽ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മിഡ് വാല്യൂ ആയിരിക്കും എടുക്കേണ്ടത്. മിഡ് വാല്യൂ ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. നമുക്ക് 0 to 10 എന്നുള്ളത് അതിൻ്റെ മിഡ് വാല്യൂ 5 ആണ്. 10 to 20 മിഡ് വാല്യൂ നമുക്ക് 15 ആണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് ഇൻ്റർവൽ എഴുതിയതിന് ശേഷം അതിൻ്റെ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ എക്സ് ആയിട്ട് എഴുതണം. അത് മാത്രമേ ഉള്ളൂ. പിന്നീട് ബാക്കിയുള്ളതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസിയോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളോട് എടുത്തെഴുതണം. അതിനുശേഷം നമുക്ക് f/x അല്ലേ, f/x ആ രീതിയിൽ ഇക്വേഷൻ എഴുതി നമുക്ക് f/xൻ്റെ അതിൻ്റെ സിഗ്മയും കണ്ടുപിടിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് f/x 4/5 ഇത് കിട്ടും, 5/15 ഇത് കിട്ടും. അതിനുശേഷം അതിനെ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് നമ്മളിവിടെ എന്നായിട്ട് എടുക്കേണ്ടത് 30. അപ്പോൾ 30 ഡിവൈഡ് ബൈ 1.8336 അല്ലേ, 16.36 എന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇതിൻ്റെ മിഡ് വാല്യൂ എടുക്കണം. മിഡ് വാല്യൂ എടുത്തിരിക്കുന്ന ഇതാണ്. പിന്നെ ഫ്രീക്വൻസി ഉണ്ട്. നമുക്ക് f/x അല്ലേ, ഫ്രീക്വൻസി നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മളതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഈ ഒരു n കൊണ്ട് n30 ഡിവൈഡ് ബൈ 1.0027 അല്ലേ, 25 29.92 എന്ന് കിട്ടും. ഇനി നമുക്ക് ഹോട്ട് പ്രോബ്ലംസ് എന്നുള്ള കാറ്റഗറി പെടുത്തി ആപ്ലിക്കേഷൻ ലെവലുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് അതോടെ നോക്കാം. ആൻ എയ്റോപ്ലെയിൻ കവേഴ്സ് 4 sides of a square at a speed of 100, 200, 300 and 400 km/h റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഒരു എയ്റോപ്ലെയിൻ സഞ്ചരിക്കുന്ന സ്പീഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം 100 km സ്പീഡിൽ, പിന്നെ 200 km സ്പീഡ്, പിന്നെ 300, പിന്നെ 400, അങ്ങനെ 4 സ്പീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി പ്ലെയിൻ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ആവറേജ് സ്പീഡൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ മനസ്സിലാക്കിയോണം അത് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം അല്ലേ. എങ്കിലും നമുക്കത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നോക്കുക, ഫോർ ആവറേജിങ് ദ സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഹാർമോണിക് മീൻ ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ലേ, മോർ അപ്രോപ്രിയേറ്റ് ദാൻ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ ഒരു വെഹിക്കിളിൻ്റെയൊക്കെ ഒരു ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അരിത്തമാറ്റിക് മീനേക്കാളും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു മീൻ എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഹാർമോണിക് മീൻ ഉപയോഗിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ആ ഒരു സ്പീഡിനെ 100, 200, 300, 400 അല്ലേ, അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം 1/x കണ്ടുപിടിക്കുന്നു, അതായത് റെസിപ്രോക്കൽ കണ്ടുപിടിക്കുന്നു അല്ലേ. 1 ഡിവൈഡ് ബൈ 100 ഇത് കിട്ടുന്നു, 1 ഡിവൈഡ് ബൈ 200 നമുക്കിത് കിട്ടുന്നു, 1 ഡിവൈഡ് ബൈ 300 നമുക്കിത് ലഭിക്കുന്നു. അപ്പോൾ അതിനുശേഷം അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ടോട്ടൽ അല്ലേ സിഗ്മ 1/x കിട്ടും അല്ലേ. ദെൻ n ഡിവൈഡ് ബൈ സിഗ്മ 1/x 4 ഡിവൈഡ് ബൈ 4 സ്പീഡല്ലേ തന്നിരിക്കുന്നത് ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ അതിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഡാറ്റ സെറ്റിലെ ഐറ്റത്തിൻ്റെ എണ്ണമാണ് n എന്നുകൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ 4 ഡിവൈഡ് ബൈ 0.02083 അല്ലേ. അപ്പോൾ 192 കിലോമീറ്റർ അല്ലേ, 192 km/h എന്നുള്ളത് ആ ഒരു എയറോപ്ലെയിൻ്റെ ആവറേജ് സ്പീഡായിട്ട് നമ്മൾ ഹാർമോണിക് മീനായിട്ട് നമുക്ക് കിട്ടും. ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം. എ കപ്പിൾ ട്രാവൽസ് 900 km ബൈ ട്രെയിൻ അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h. 900 km ട്രെയിനിൽ സഞ്ചരിച്ചു, 60 km/h ആയിരുന്നു അതിൻ്റെ സ്പീഡ്. പിന്നീട് 300 km ഷിപ്പിൽ സഞ്ചരിച്ചു, അതിൻ്റെ ആവറേജ് സ്പീഡ് 25 km ആയിരുന്നു. അതിനുശേഷം 400 km എയറോപ്ലെയിൻ സഞ്ചരിച്ചു, 350 km/h ആയിരുന്നു അതിൻ്റെ ആവറേജ് സ്പീഡ്. അത് ലാസ്റ്റ് അവസാനമായിട്ട് 15 km അവർ കാറിലും സഞ്ചരിച്ചു, 25 km ആയിരുന്നു അതിൻ്റെ സ്പീഡ്. ദെൻ വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ എൻ്റയർ ജേർണി. അപ്പോൾ ഈ ഒരു 4 തവണയായിട്ട് അല്ലെങ്കിൽ 4 വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ച ഈ ഒരു യാത്രയുടെ അവരുടെ ആവറേജ് സ്പീഡ് എന്തായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് സീരീസിലാണ് ഇത് വന്നിരിക്കുന്നത് ഓർത്തിരിക്കുക. കാരണം ഇവിടെ നമുക്കിവിടെ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് 900 km ആദ്യം ട്രെയിനിൽ സഞ്ചരിച്ചു, പിന്നെ അതിൻ്റെ ആവറേജ് സ്പീഡും പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നീട് 300 km ഷിപ്പിൽ സഞ്ചരിച്ചു, അതിൻ്റെ ആവറേജ് സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഡിസ്ക്രീറ്റ് സീരീസാണ്. അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആവറേജ് സ്പീഡിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ആവറേജ് സ്പീഡ് എന്നുള്ളത് നമ്മൾ എന്തായിട്ട് എടുക്കണം, സ്പീഡ് ഇവിടെ 25 km, ഒപ്പം തന്നെ 60 km, ഇതെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കണം, ഇതിനൊക്കെ എക്സ് ആയിട്ട് എടുക്കണം. ബാക്കി ആ കിലോമീറ്ററിനെല്ലാം നമ്മൾ ഫ്രീക്വൻസി ആയിട്ടും എടുക്കേണ്ടതാണ്. ആ രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് ആയിട്ട് നമ്മൾ 60 km, 25 km, 350 km,
25 കിലോമീറ്റർ, അതെല്ലാം എക്സ് ആയിട്ട് തന്നെ എടുക്കണം. ഫ്രീക്വൻസി എന്നുള്ളത് നമ്മൾ കിലോമീറ്റർ എത്ര ദൂരം സഞ്ചരിച്ചു, ആദ്യത്തെ തവണ 900 കിലോമീറ്റർ, പിന്നെ 300 കിലോമീറ്റർ അല്ലേ, അതിനൊക്കെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുക. അതിൻ്റെ ടോട്ടലാണ് നമുക്ക് 1615 എൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി എഫ് ഡിവൈഡ് ബൈ എക്സ് അല്ലേ, നമുക്ക് എഫ് ഡിവൈഡ് ബൈ എക്സ് ഉള്ളത് കണ്ടുപിടിക്കാം. എഫിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഈ ഐറ്റം കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു അല്ലേ. അതിനുശേഷം നമുക്ക് എൻ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ബൈ എക്സ് എന്നുള്ള ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് 56.188 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട മറ്റൊരു പ്രോബ്ലം, നിങ്ങളുടെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. എ ടാക്സി ക്യാബ് ഡ്രൈവ്സ് ഫ്രം എ പ്ലെയിൻ ഡൗൺ ടു എ ഹിൽ സ്റ്റേഷൻ. ഒരു ടാക്സി ക്യാബ് ഡ്രൈവർ, ഒരു ടാക്സി അയാൾ ഒരു സമതല പ്രദേശത്ത് നിന്ന് ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര പോകുന്നു. 60 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത്. മറ്റേ മൈലേജ് റേറ്റ് ഓഫ് 10 കിലോമീറ്റർ പെർ ഗാലൻ, അതായത് ഒരു ലിറ്റർ എന്നുള്ള കണക്കിലെടുത്താലും മതി. 10 കിലോമീറ്റർ പെർ ഗാലൻ, 10 കിലോമീറ്ററാണ് ഒരു ലിറ്റർ വേണ്ടി അയാൾ 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നു പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട്. അതിനോട് റിട്ടേൺ ട്രിപ്പ് അയാൾ തിരിച്ചു വന്നപ്പോൾ 15 കിലോമീറ്റർ പെർ ഗാലൻ എന്നുള്ള ആ ഒരു സ്പീഡിലാണ് അയാൾ സഞ്ചരിച്ചത് അല്ലേ. അപ്പോൾ ഫൈൻഡ് ദ ഹാർമോണിക് മീൻ മൈലേജ് പെർ ഗാലൻ. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സ്പീഡിനെ കുറിച്ചല്ല, നമ്മളൊരു ഗാലൻ കൊണ്ട് പെട്രോൾ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ 10 കിലോമീറ്ററാണ് ഒരു ഗാലൻ കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ സഞ്ചരിച്ചത്, തിരിച്ചു വന്നപ്പോൾ 15 കിലോമീറ്റർ അയാൾ സഞ്ചരിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള ആ ഒരു മൈലേജ് പെർ ഗാലൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 10 കിലോമീറ്ററും 15 കിലോമീറ്റർ അല്ലേ. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എക്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോളം വരച്ച് തന്നെ എഴുതാവുന്നുള്ളൂ. ആദ്യം ചെയ്തിരിക്കുന്ന പോലെ 10 എന്ന് എഴുതി 15 എന്ന് എഴുതി അല്ലേ. ഇതാണ് എക്സ് അല്ലേ, എക്സിൻ്റെ വാല്യൂ ഇതാണ്. അതുകൂടാതെ നമുക്ക് 1/x കണ്ടുപിടിക്കണം അല്ലേ. 1/x 1/10 എത്രയാണെന്ന് ഇവിടെ എഴുതുക. അതിനുശേഷം 1/15 എത്രയാണെന്നുള്ള എഴുതുക, അത് ടോട്ടൽ ചെയ്തെടുക്കുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 ഐറ്റം മാത്രം ഉള്ളതുകൊണ്ട് ഒരൊറ്റ ഇക്വേഷനിലേക്ക് നേരിട്ട് എഴുതിയിരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര, അപ്പോൾ 2 യാത്രയാണ്, അപ്പോൾ 2 എന്നുള്ളത് എടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് 60 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളത് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര മാത്രം നമ്മൾ എന്നായിട്ട് എടുത്താൽ മതി. അപ്പോൾ 2 യാത്രയായിട്ട് എടുക്കുക. ഡിവൈഡ് ബൈ സിഗ്മ 1/10 പ്ലസ് 1/15, അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പ്രോബ്ലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ കണ്ടുപിടിക്കാമെന്നുള്ളൂ. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര 2 and 4 നമുക്ക് 2 എന്ന് എടുക്കുക, എണ്ണം എടുക്കുക. ഡിവൈഡ് ബൈ സിഗ്മ നമുക്ക് ഏതാണ് എത്ര ഐറ്റം ഉള്ളതെന്ന് വെച്ചാൽ അത് 1/x1 പ്ലസ് 1/x2 അല്ലേ. 2 ഐറ്റം ഉള്ളെങ്കിൽ അങ്ങനെ, 3 ഐറ്റം ഉണ്ടെങ്കിൽ 3. ആ രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളൊന്ന് പരിചയപ്പെട്ടിരുന്നേക്കുക. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് അടുത്ത ഹാർമോണിക് മീനിൻ്റെ പ്രോപ്പർട്ടീസോടെ നമുക്ക് നോക്കാം. ഇഫ് എനി 2 of the 3 factors നെയ്മലി ഹാർമോണിക് മീൻ n ആൻഡ് സിഗ്മ 1/x ആർ ഗിവൺ. അപ്പോൾ നമുക്കിവിടെ 3 ഫാക്ടേഴ്സ്, അതായത് ഹാർമോണിക് മീനോ അല്ലെങ്കിൽ എന്നോ അല്ലെങ്കിൽ സിഗ്മ 1/x ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ 3 ഫാക്ടേഴ്സിൽ ദ വാല്യൂ ഓഫ് ദി തേർഡ് അൺനോൺ ഫാക്ടർ ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. ഈ 3 ഫാക്ടേഴ്സിൽ 2 നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഫാക്ടർ ഇതിൽ ഒന്നെങ്കിൽ ഹാർമോണിക് മീനോ എന്നോ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ എന്നോ സിഗ്മ 1/x അങ്ങനെ ഏതെങ്കിലും 2 ഐറ്റം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 3ാമത്തെ ഐറ്റത്തെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല എന്താണ്, ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n ഡിവൈഡ് ബൈ സിഗ്മ 1/x എന്നാണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ n കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് n അറിയത്തില്ലെന്ന് വിചാരിക്കുക, ബാക്കി 2 അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർമോണിക് മീനെ സിഗ്മ 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, n കിട്ടും. ഇനി സിഗ്മ 1/x ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്നിനെ ഹാർമോണിക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സിഗ്മ 1/x കിട്ടും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 3 ഫാക്ടേഴ്സിൽ ഏതെങ്കിലും 2 അറിയാമെന്നുണ്ടെങ്കിൽ 3ാമത്തെ ഫാക്ടർ നമുക്ക് ഇതേ രീതി കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഹാർമോണിക് മീനിൻ്റെ 1ാമത്തെ പ്രോപ്പർട്ടി. 2 ഹാർമോണിക് മീൻ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം എ സീരീസ് വിത്ത് എനി നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസ്. നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് മറ്റ് 2ാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ഹാർമോണിക് മീൻ കനോട്ട് ബി കമ്പയർഡ് വിത്ത് എ സീരീസ് ഓഫ് എനി ഓഫ് ഇറ്റ്സ് വാല്യൂ 0. നമുക്ക് ഹാർമോണിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഹാർമോണിക് മീൻ കനോട്ട് ബി കമ്പ്യൂട്ടഡ് ഫ്രം എ സീരീസ് ഇഫ് എനി ഓഫ് ഇറ്റ്സ് വാല്യൂ ഇസ് 0 അല്ലേ. അതായത് 1/0 എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഫിനിറ്റിയാണ്, അത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. ദെൻ ഫോർ എനി സീരീസ് ഇൻ വിച്ച് ഓൾ ദി വാല്യൂസ് ആർ നോട്ട് ഈക്വൽ നോർ എനി വാല്യൂ ഇസ് 0 ദ വാല്യൂ ഓഫ് ഹാർമോണിക് മീൻ ഇസ് ലെസ് ദാൻ ദി ജോമെട്രിക് മീൻ ആൻഡ് അരിത്മാറ്റിക് മീൻ അല്ലേ. അതായത് 0 ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സീരീസിൽ നമ്മൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നു, ഒപ്പം തന്നെ ജോമെട്രിക് മീനും അരിത്മാറ്റിക് മീനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ ഹാർമോണിക് മീൻ ആയിരിക്കും ബാക്കി എല്ലാത്തിനേക്കാളും ചെറിയ വാല്യൂ എന്നാണ് പറയുന്നത്. ജോമെട്രിക് മീനേക്കാളും അരിത്മാറ്റിക് മീനേക്കാളും ചെറിയ വാല്യൂ ഹാർമോണിക് മീൻ ആയിരിക്കും അല്ലേ.
എപ്പോഴാണ് ഇൻ വിച്ച് ഓൾ ദി വാല്യൂസ് ആർ നോട്ട് ഈക്വൽ ഓർ നോർ എനി വാല്യൂ ഈസ് 0. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 0ക്ക് തുല്യമായിട്ടുള്ള വാല്യൂ അല്ല എങ്കിൽ, ഈക്വൽ അല്ലാത്ത വാല്യൂ അല്ലെങ്കിൽ 0 ആയിട്ട് വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലാത്ത കേസുകളിലെല്ലാം എന്താണ് ഹാർമോണിക് മീൻ അത് ജിയോമെട്രി മീനേക്കാളും അരിത്തമാറ്റിക് മീനേക്കാളും ചെറുതായിരിക്കും. ഇനി മെറിറ്റ്സോ ഡിമെറിറ്റ്സോ കൂടെ നമുക്ക് നോക്കാം. മെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ അത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. അതിന് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അത് കൃത്യമായിട്ട് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻ. ഹാർമോണിക് മീൻ ആ ഡാറ്റ സെറ്റിലെ എല്ലാ ഐറ്റത്തെയും പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഇൻ സാമ്പിളിംഗ്. നമുക്ക് ഫ്ലക്ച്വേഷൻസ്, അതായത് സ്മോൾ വാല്യൂസും ഹയർ വാല്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് ഹയർ വാല്യൂസിന് അതിന് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് സ്മോൾ വാല്യൂസിന് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അതും ഒരു ഗുണമാണ്. ദെൻ ഇറ്റ് ഗീവ്സ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു സ്മോൾ ഐറ്റംസ്. ആ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്മോൾ ഐറ്റംസ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലാർജർ വാല്യൂ, എക്സ്ട്രീം വാല്യൂസ് അതിന് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് കമ്പൈൻഡ് ഹാർമോണിക് മീനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ കമ്പൈൻഡ് ജിയോമെട്രി മീൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ കമ്പൈൻഡ് ഹാർമോണിക് മീനും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് അത് അമനബിളാണ്. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ആവറേജ് റിലേറ്റീവ് വാല്യൂസ്. അപ്പോൾ റിലേറ്റീവ് വാല്യൂസ്, അതായത് സ്പീഡ് പോലുള്ള കാര്യങ്ങളൊക്കെ, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഡിമെറിറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയേക്കുക. കാരണം റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ടായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് ചില ആളുകൾക്കുണ്ട്. ഇറ്റ് ഡസൻ ഗീവ് ഈക്വൽ വെയിറ്റ് ടു എവറി ഐറ്റം. എല്ലാ ഐറ്റത്തിനും ഒരേ വെയിറ്റ് നൽകുന്നില്ല. ചിലപ്പോൾ സ്മോൾ വാല്യൂസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടെന്നുള്ളത് അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇറ്റ് മേ നോട്ട് ബി റെപ്രസെൻറ്റഡ് ഇൻ ആക്ച്വൽ ഡാറ്റ. അത് ആക്ച്വൽ ഡാറ്റ, അതിൽ ഡാറ്റയിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റം തന്നെ അതിൻ്റെ ആൻസറായിട്ട് വരണമെന്നില്ല, അല്ലേ? അതും അതിൻ്റെ ഒരു ഡിമെറിറ്റായിട്ട് പറയുന്നു. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ 0 വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇറ്റ് കനോട്ട് ബി കമ്പ്യൂട്ടഡ് വെൻ ദെയർ ആർ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ്. നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും രണ്ടും ഇടകലർന്ന് രണ്ടും ഉണ്ടെങ്കിൽ, ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡിമെറിറ്റാണ്. അത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ മീഡിയൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് നൽകണം കേട്ടോ. നിങ്ങൾ ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ, ഉപകാരപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.